ഈ കറ്റാർവാഴയ്ക്ക് ഉള്ളിൽ മുളച്ച് വളർന്ന് നിൽക്കുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. മനസ്സിലായോ എന്താണെന്ന്? മനസ്സിലാകാത്തവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, നിങ്ങൾക്ക് നഷ്ടമാകും. യൂട്യൂബിൽ തന്നെ ആദ്യത്തെ സംഭവമാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറന്നു പോകരുത് കേട്ടോ. ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമായിട്ട് 2 കറ്റാർ വാഴയുടെ തണ്ട് വേണം. അപ്പോൾ അതൊന്ന് പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൊടിയിലോട്ടൊന്ന് ഇറങ്ങിയതാണ്. അപ്പം ഇത് ഇച്ചിരി ചെറിയ കറ്റാർ വാഴയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നല്ല വലുപ്പത്തിൽ നന്നായിട്ട് വളരുന്ന, നല്ല ആരോഗ്യത്തോടു കൂടി വളരുന്ന കറ്റാർ വാഴ ഉണ്ടെങ്കിൽ അതെടുക്കണം കേട്ടോ. ഇപ്പോൾ എൻ്റേത് ഇത്രയും ചെറുതാണ്, ഞാനതുകൊണ്ട് വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. എന്തായാലും 2 തണ്ട് ഞാൻ ഇതുപോലൊന്ന് മുറിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഒരു കയ്യിൽ ക്യാമറ പിടിച്ചേക്കുന്നതുകൊണ്ടാണ് കറക്റ്റായിട്ട് കിട്ടാത്തത്. അപ്പോൾ ഇതുപോലെ 2 തണ്ട് ഞാനിങ്ങനെ ഒന്ന് മുറിച്ചെടുത്തു. അപ്പോൾ ഇതിലൊരു കറയുണ്ട് കേട്ടോ. ആ കറ നമ്മൾ കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാകും. ആ ഒരു കറ പറ്റുന്ന ഭാഗമൊക്കെ ചിലപ്പോൾ ചൊറിയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ കഴുകിയൊക്കെ എടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഞാനിത് ആ കറ്റാർ വാഴ ഒന്ന് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ വെള്ളം ഒന്ന് തുടച്ച് കളയണം. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് ജലാംശം എല്ലാം നല്ലപോലെ നമുക്കൊന്ന് ഒപ്പിയെടുക്കാം കേട്ടോ. ഒപ്പി എടുത്തതിന് ശേഷം നമുക്കിനി വേണ്ടത് ഇതുപോലത്തെ നമ്മൾ തയ്ക്കുന്ന നൂലില്ലേ, വണ്ടി നൂല്, അതൊരെണ്ണം എടുത്തു വെച്ചോ, നമുക്കത് ആവശ്യം വരും. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലോവേറ എടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡിലത്തെ മുള്ള് നമുക്കൊന്ന് ചെത്തിക്കളയാം കേട്ടോ. 2 സൈഡും കളയണമെന്നൊന്നും നിർബന്ധമില്ല, ഒരു സൈഡ് കളഞ്ഞാൽ മതി. ഇതുപോലെ മുള്ള് നന്നായിട്ടൊന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് നടുവേ ഒന്ന് ഇങ്ങനെ ഒന്ന് കീറിയെടുക്കണം. അപ്പോൾ കീറിയെടുക്കുമ്പം വിട്ടു പോകാതെ കറക്റ്റായിട്ടിട്ട് ഒന്ന് നടുവേ ഒന്ന് പൊളന്നിട്ട് ഇങ്ങനെ എടുക്കാം. ഞാൻ ഈ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കറിയാം കറ്റാർ വാഴയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. കഴിക്കാനും ഇത് ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചാലൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അല്ലേ. നമ്മളിപ്പോൾ അതൊന്നും അല്ല ചെയ്യാൻ പോകുന്നത് കേട്ടോ. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടിപ്പാണ്, നിങ്ങളിങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയരുത് ഇത്. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഒന്ന് പൊളന്നെടുത്തിട്ടുണ്ട്. എന്നിട്ടുണ്ടല്ലോ നമുക്കിനി ചെയ്യാനുള്ളത് ഈ കത്തി തന്നെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലെ ഒരു ജെല്ലുണ്ടല്ലോ അത് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി എടുക്കണം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് പതുക്കെ ഇങ്ങനെ ഒന്ന് പോറി വിട്ടാൽ മതി. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ കീറി ഒന്നും പോകരുത്, ഇത് വിട്ടു പോകരുത്, സൂക്ഷിച്ച് ചെയ്യണം. കാരണം കറ്റാർ വാഴ വളരെ നൈസായിട്ടുള്ള സംഭവമാണ്. കത്തിയൊക്കെ കീറിപ്പോയാൽ പെട്ടെന്ന് അങ്ങോട്ട് കീറി അല്ലെങ്കിൽ ഒടിഞ്ഞൊക്കെ പോകും കേട്ടോ. അങ്ങനൊന്നും ചെയ്യരുത്. ഇതിൻ്റെ ഉള്ളിലെ ഈ ജെല്ല് നല്ലപോലെ നമുക്കിന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഇനി ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, ഉലുവയാണ്. അപ്പം ഉലുവ ഇതുപോലെ നമുക്ക് നിരത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി പ്രത്യേകിച്ച് അളവ് കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനിപ്പോൾ ഇതിനകത്തോട്ടൊരു 2-3 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവ ഇടുമ്പോൾ ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ എല്ലാ ഭാഗത്തും ഒന്ന് പരത്തി ഒന്ന് ഇട്ട് കൊടുക്കുക, താഴോട്ടൊന്നും പോകരുത്. താഴെ പോകുന്നതൊക്കെ ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ നമുക്ക് എടുത്ത് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് നിറച്ച് ഇതിനകത്തൊന്ന് ഫില്ല് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഞാൻ അങ്ങേയറ്റം വരെയും ഉലുവ ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ നൂലുണ്ടല്ലോ അതെടുത്തിട്ട് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമുക്ക് ഇതുപോലൊന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. ഒത്തിരി ഒന്നും ചുറ്റണ്ട. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഒട്ടിയിരിക്കണം, ഒന്ന് ഒതുങ്ങിയിരിക്കണം, അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മളൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇങ്ങനെ 2 എണ്ണവും ഞാൻ റെഡിയാക്കുന്നുണ്ട്. 2ഉം ഇതുപോലെ തയ്യാറാക്കി നമ്മളിതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മൾക്കിതൊന്ന് മാറ്റി വയ്ക്കണം. 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് എടുത്ത് നോക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ ഇതുപോലൊന്ന് ഈ ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 24 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാനിതൊന്ന് എടുക്കുന്നുണ്ട്. നിങ്ങളിങ്ങോട്ടൊന്ന് നോക്കിക്കേ. ആ കറ്റാർ വാഴയ്ക്ക് ഉള്ളിൽ ഇരുന്ന് നമ്മുടെ ഉലുവയെല്ലാം നല്ലതുപോലെ മുളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ഉലുവ എങ്ങനെയാണ് മുളപ്പിച്ചെടുക്കുന്നത്, വെള്ളം ഒഴിച്ച് കുതിർത്ത് ഒക്കെയല്ലേ. ഇത് നമ്മൾ ശരിക്കും ആ കറ്റാർ വാഴയുടെ ജെല്ലിൽ തന്നെ വെച്ചിട്ടാണ് ഉലുവ കുതിർത്തെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ഉലുവയുടെ ഗുണങ്ങൾ വർദ്ധിക്കും. അപ്പോൾ സാധാരണ നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർത്ത് അല്ലെങ്കിൽ നനഞ്ഞ തുണിയിലൊക്കെ വെച്ചിട്ടാണ് ഉലുവ കുതിർത്ത് എടുക്കാറ്. ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഉലുവയുടെ ഗുണങ്ങൾ നമുക്കറിയാം, അതുപോലെ തന്നെ കറ്റാർ വാഴയുടെ ഗുണങ്ങളും നിങ്ങൾക്ക് അറിയാം. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ മുടി വളരാനായിട്ടാണ് ഇത് 2ഉം ഉപയോഗിക്കുന്നത് അല്ലേ. നമ്മുടെ തലയോട്ടിയിലെ ആ ഒരു ചൊറിച്ചിലും അതുപോലെ തന്നെ എന്താ പറയുക, മുടി പൊട്ടുന്നത് കുറയ്ക്കാനും നല്ല ആരോഗ്യത്തോടെ മുടി വളരാനും ഒക്കെ ആയിട്ടിട്ട് ഈ കറ്റാർ വാഴ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പല തരത്തിലാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രം. നമ്മൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് ഇവിടെ ട്രൈ ചെയ്യുന്നത് കേട്ടോ.
നമ്മൾ വരിഞ്ഞ് ചുറ്റി വെച്ചിരുന്ന നൂലെല്ലാം ഞാനൊന്ന് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു കറ്റാർവാഴയുടെ ഉള്ളിൽ നിന്നും ഈ ഉലുവ നമുക്കൊന്ന് വെളിയിലെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഞാനതൊന്നിങ്ങനെ പുറത്തേക്കൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 തണ്ടിൽ നിന്നും ആ ഒരു ഉലുവ മുഴുവനും നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഉൾഭാഗത്ത് പറ്റിയിരിക്കുന്ന ആ ഒരു ജെല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നല്ലപോലെ വടിച്ച് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗുണം മുഴുവനും ഈ ഒരു ഉലുവയിലുണ്ട്. അപ്പം ഇത്രയും സംഭവമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആ നൂലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയേക്കണേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് വേണം നിങ്ങളിതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് നമ്മളിത് വെള്ളം ഒഴിച്ചല്ല അരച്ചെടുക്കുന്നത്. പകരം നമുക്ക് കറ്റാർവാഴയുടെ ജെല്ല് തന്നെയാണ് വേണ്ടത്. അപ്പം ഞാൻ വീണ്ടും ഒരു 2 കറ്റാർവാഴയും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ജെല്ല് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും എടുക്കാം. നിങ്ങളുടെ കയ്യിൽ കറ്റാർവാഴ കുറച്ചധികം ഉണ്ടെങ്കിൽ 1-2 തണ്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇത്രയും ജെല്ല് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒന്നും ഒഴിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മളിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുണ്ട് അരച്ചെടുത്തുകൊണ്ട് വന്നപ്പം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നന്നായിട്ട് അരിയണം കേട്ടോ. തരികളൊന്നും ഇല്ലാണ്ട് വേണം. അത് വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ചെറിയ ജാർ തന്നെ എടുക്കണം. അപ്പോൾ ഇത് കണ്ടോ, നല്ല മഷി പോലെ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് വേണം നിങ്ങൾക്ക് ഇനി ഒരു തുണിയിലൊക്കെ വെച്ചിട്ട് ഒന്നും കൂടി നിങ്ങൾക്ക് ഇതൊന്ന് അരിച്ച് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെയൊന്നും എടുക്കുന്നില്ല. ഓൾറെഡി ഇത് നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് വലിയ തരികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കിയിട്ടിട്ട് എടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടല്ലോ ഇതിൽ, അതൊക്കെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പം ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കരുത്, അടിക്ക് പിടിക്കും. പതുക്കെ ഇളക്കി ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ തലയിൽ തേക്കുന്നത്, ആ ഹെയർ ഓയിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂണൊക്കെ മതിയാവും. ഇത് വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ 1 സ്പൂണോളം മതിയാകും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ്റെ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ പ്യുവർ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അടിക്ക് പിടിക്കരുത്. ഇനി നല്ലപോലെ ഇങ്ങനെ ഇങ്ങനെ പൊട്ടി വരുന്നത് കണ്ടോ, ആ ഒരു സമയം നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ തണുക്കാനായിട്ടൊന്ന് വിടാം കേട്ടോ. നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ആ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചതിന് ശേഷം ഇതുപോലെ ചെറിയൊരു കണ്ടെയ്നറിൽ ആക്കി നിങ്ങൾക്ക് 1 മന്ത് വരെ നിങ്ങൾക്ക് ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യമില്ല. വെളിയിൽ തന്നെ വെച്ചാൽ മതി, കേടായി പോകത്തൊന്നുമില്ല. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാനിനി പറഞ്ഞു തരാം. ആദ്യം ഇതുപോലെ കുറച്ച് എടുത്ത് നമ്മുടെ മുഖത്തിലും കഴുത്തിലും കയ്യിലും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ തേക്കുമ്പോൾ തന്നെ അറിയാം അലോവേറയും ഉലുവയാണല്ലോ. അപ്പം തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ ഒത്തിരി നല്ലതാണ്. സ്കിന്നിന് നല്ല നിറം കിട്ടാനും തിളക്കം ലഭിക്കാനും ഒക്കെ ഒരുപാട് നല്ലതാണ്. അതുപോലെ ചൊറിച്ചിൽ പോലൊക്കെയുള്ള അസ്വസ്ഥതകളുണ്ടെങ്കിൽ അതൊക്കെ പോകും. കുളിക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ശരീരത്ത് തേച്ചതിന് ശേഷം കുളിക്കാവുന്നതാണ്. ഇനി വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ്. മുടി വളരാൻ ഒരുപാട് നല്ലതാണ്. അതുപോലെ തലയോട്ടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം നല്ല ഒരു പരിഹാരമാണ്. മുടി ഇടതൂർന്ന് വളരും, നല്ല ഇരട്ടിയാകും കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു 15 ദിവസം കൊണ്ടൊക്കെ തന്നെ നിങ്ങളുടെ ആ ഒരു മുടിയുടെ വളർച്ച നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് തലയോട്ടിയിൽ നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കൂടുതലൊന്നും വെക്കേണ്ട. വെറുതെ നോർമൽ ഷാമ്പു പോലും ഉപയോഗിക്കേണ്ട, വെറുതെ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാലും മതി. നല്ലൊരു കണ്ടീഷണർ കൂടിയാണിത്. ഷാമ്പുവിൻ്റെ ഉപയോഗമേ നമുക്ക് ആവശ്യമില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ തലയ്ക്ക് നല്ലൊരു തണുപ്പ് കിട്ടും, നല്ല തിളക്കം കിട്ടും മുടിക്ക്. അതുപോലെ മുടി പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒത്തിരി നല്ലതാണ്. ഇതിനകത്തുള്ള ഈ അലോവേറയ്ക്കകത്തൊക്കെയുള്ള പോഷക ഗുണങ്ങളൊക്കെ നമ്മുടെ മുടിയെ നല്ല ബലപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സഹായിക്കും. ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കും. അപ്പം എങ്ങനെ പോയാലും നിങ്ങളുടെ മുടി സമൃദ്ധിയായിട്ടും തിക്കായിട്ടും വളരും. അപ്പം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.